ഹായ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതാണ് തക്കാളി അല്ലേ? പക്ഷെ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല ആരോഗ്യത്തോടെയുള്ള തക്കാളി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ മസ്റ്റായിട്ടും ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ തക്കാളി ചെടി വീട്ടിലുള്ളവരാണ് വെച്ചാൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസർ നമ്മൾ സ്പ്രേ ചെയ്യാതെ ഒരിക്കലും നമ്മൾ തക്കാളി വളർത്തിയെടുക്കരുത് കേട്ടോ. കാരണം നമുക്ക് വിചാരിച്ച ഫലങ്ങളൊന്നും നമുക്ക് അതിന് കിട്ടില്ല. ഒരുപാട് രോഗങ്ങളും അസുഖങ്ങളെല്ലാം വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തക്കാളി ചെയ്യുന്നത് ഗ്രോ ബാഗിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും താഴെ ഇതുപോലെ ചകിരിയോ അല്ലെങ്കിൽ കരിയിലയോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെള്ളം പെട്ടെന്ന് പോകാനുള്ള അതൊക്കെ നമ്മൾ ചെയ്തു വെക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ മണ്ണിലിട്ടിരിക്കുന്നത് ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്കും കൂടെ നന്നായി മിക്സ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഡോളോമേറ്റ് നമുക്ക് ഇട്ട് വെച്ചതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഗ്രോ ബാഗിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രോ ബാഗിലൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് ചെയ്ത കാരണം അത് കാണിക്കാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ തക്കാളി നമ്മൾ വെക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. തക്കാളി ഒരുപാട് ഹൈറ്റ് പോകുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് വേറെ ഗ്രോ ബാഗിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മളെപ്പോഴും തക്കാളി വയ്ക്കുമ്പോൾ ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഹൈറ്റ് പോകാതെ തന്നെ നമുക്ക് നല്ലോണം ആരോഗ്യത്തോടെയുള്ള നല്ല തക്കാളിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും തക്കാളി വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ തക്കാളി ചെടി പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്, ബലം വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ കെട്ടി നിർത്താറൊക്കെ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇതുപോലെ ചരിച്ച് നടുകയാണ് വെച്ചാൽ ആ ചെടിക്ക് നല്ലോണം സ്ട്രോങ് ആയിട്ട് നിൽക്കാനും അതുപോലെ നല്ല ആരോഗ്യമുള്ള തക്കാളിയൊക്കെ കിട്ടാനും വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തക്കാളിയിൽ നമുക്ക് ഒരു 2-3 ഇതളുകൾ മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുകയാണ് വെച്ചാൽ അതും നമ്മുടെ തക്കാളി ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഫെർട്ടിലൈസർ ഇതാണ്, നമുക്ക് സൂഡോമോണസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു 20 ഗ്രാം നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലാണ് കലക്കേണ്ടത് കേട്ടോ. അപ്പോൾ 20 ഗ്രാമൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സ്പൂണ്, വലിയ സ്പൂണൊക്കെ ആകുമ്പോൾ 1 സ്പൂണ് എടുത്താൽ മതിയാവും. ചെറുതാണ് വെച്ച് 2 സ്പൂണോളം എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു അളവിന് മതി. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തെ എടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ തക്കാളി വിത്തിട്ട് മുളപ്പിക്കുന്നവരാണെങ്കിൽ പോലും ഇത് വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ മുളപ്പിച്ചെടുക്കുകയാണ് വെച്ചാൽ നല്ല ആരോഗ്യത്തോടുള്ള തക്കാളി ചെടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഞാനതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കതിലോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളിതിങ്ങനെ ഇതുപോലെ കളകളൊക്കെ വരുന്നത് നമ്മൾ പറിച്ച് മാറ്റണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളമാണെങ്കിലും ഫെർട്ടിലൈസർ ആണെങ്കിലും ഒക്കെ അത് നമുക്ക് തക്കാളി ചെടിയിൽ മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഈ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മൾ തക്കാളിക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ തക്കാളിയിൽ പെട്ടെന്ന് അസുഖം വരുന്നു പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് കേട്ടോ. കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ചെടിയാണ്. അപ്പോൾ അത് കാരണമാണ് ഇപ്പം നമ്മൾ ചെറിയ ചെടിയാണെങ്കിലും വലിയ ചെടികളാണെങ്കിലും നമ്മളിത് മസ്റ്റായിട്ടും ഒന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വളർന്ന് കിടക്കുന്ന ഇതളുകൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേടുകൾ അതുപോലെ തന്നെ മഞ്ഞിപ്പൊക്കെ വരുന്ന ഇതിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റി കൊടുക്കണം. ഇല്ല വെച്ച് നമുക്ക് വേറെ ഇലകളിലും കൂടെ വരാനും അതേപോലെ തന്നെ നമ്മളിത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേറെ വരുന്ന അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടും വളരെ ആരോഗ്യമായിട്ടുള്ള തണ്ടൊക്കെ വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് ആദ്യമായിട്ട് പൂത്തത് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുകയാണ് വെച്ചാൽ
അടുത്തത് വരുന്ന സമയത്ത് നല്ല ആരോഗ്യത്തോടെയുള്ള തക്കാളി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ തക്കാളി ചെടിയൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് വലിയ പണിയൊന്നുമില്ല അല്ലേ. പക്ഷേ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് തക്കാളി നല്ല ആരോഗ്യത്തോടെയുള്ള തക്കാളി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പൂക്കളിൽ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. കാരണം തക്കാളിയുടെ നമുക്ക് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാ പിടിക്കാതെ കൊഴിഞ്ഞു പോകാനൊരു ചാൻസ് കൂടുതലാണ്. ആ സമയത്ത് നമുക്ക് പൂക്കളിൽ അടിച്ചു കൊടുക്കാതെ ബാക്കി എല്ലാവിടെയും നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. എല്ലാ ഇലകളും വിടാതെ നമ്മൾ അടിച്ചു കൊടുക്കണം. പിന്നെ അതുമാത്രമല്ല നമുക്കിതുപോലെ വേരിലോട്ടും നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. മണ്ണിൽ നിന്ന് വരുന്ന കീടങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കുഞ്ഞു ചെടിയാണെങ്കിലും വലിയ ചെടിയാണെങ്കിലും അതിൻ്റെ താഴത്തെ ഇലകൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഫെർട്ടിലൈസർ നമുക്ക് തക്കാളിക്ക് മാത്രമല്ല കേട്ടോ, അതുപോലെ വെണ്ടയ്ക്കാണെങ്കിലും പയറാണെങ്കിലും, പയറിലാണ് ഒരുപാട് ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നത്. അതുപോലെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാ പച്ചക്കറികൾക്കും നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു അസുഖങ്ങൾ ഒന്നും കാര്യങ്ങളും വരില്ല. അപ്പോൾ നമ്മൾ ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കതിൽ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ആരോഗ്യത്തിലുള്ള തക്കാളി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചീരയാണ്. അപ്പോൾ ചീര ഞാൻ ഗ്രോ ബാഗിൽ നട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ വേരിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെടിയാണെങ്കിൽ നമ്മൾ വേരിലോട്ടും കൂടെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കി വരുന്നത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് ചെടീൻ്റെ അടിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണതും ഏറ്റവും നല്ലതാണ്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ തക്കാളിക്ക് ഇതുപോലെ ചെയ്യുകയാണ് വെച്ചാൽ നമുക്കിതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളിക്ക് ഇത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഓരോരോ അസുഖങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ അസുഖങ്ങൾ വരാത്ത മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ നല്ല ആരോഗ്യത്തിലുള്ള തക്കാളി ചെടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മസ്റ്റായിട്ടും 10 ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിലോട്ട് ഞാൻ പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കിയ ജൈവവളമുണ്ട്. അപ്പോൾ അതിൻ്റെ സെറി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ആഴ്ചയിൽ ഒരു തവണ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ നമ്മൾ അടുക്കളയിൽ നിന്ന് വെറുതെ കളയുന്ന കുറേ പച്ചക്കറി വേസ്റ്റുകളൊക്കെ വെച്ചിട്ട് ജൈവവളം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്നും ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ജൈവസെറി എനിക്ക് ഇതുപോലെ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്ന ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നല്ലോണം വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ തക്കാളി ചെടി നടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഇതുപോലെ തക്കാളി ചെടി ഉണ്ടാവുക വെച്ചാൽ നമുക്ക് ഒരുപാട് കെയറിങ് കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്ക് തക്കാളി ചെടിയിൽ യാതൊരു പ്രശ്നവും വരില്ല. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല ബ്യൂട്ടി ടിപ്സ്, കിച്ചൺ ടിപ്സ്, അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ.